Hello, hi, dear friends. Welcome to Ellen Travel Vlogs. അപ്പോൾ രാവിലെ ഇറങ്ങുന്നു. നമ്മുടെ ട്രാവൽ വ്ളോഗിന് വേണ്ടി തന്നെയാണ്. ഇവിടെ നിന്ന് അടുത്തൊരു സ്ഥലത്ത്, അടുത്ത് മീൻസ് നമ്മളെ സ്ഥിരം പോകുന്നൊരു സ്ഥലമാണ്. വെള്ളായണി കായലിൻ്റെ പരിസരമാണ്. എന്താ പറയുക, ഒരു നാടൻ ഭക്ഷണം കഴിക്കാൻ പോവാണ്. നിങ്ങൾക്കൊക്കെ നാടൻ ഭക്ഷണം ഇഷ്ടമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ റോഡ് പണിയൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കാർ അപ്പുറത്തെ സൈഡിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അവിടെ വരെ നടന്ന് പോയിട്ട് നമുക്ക് പോകാം. ഇപ്പോൾ റോഡ് കുഴിച്ചപ്പോൾ വീടിനകത്തേക്ക് കൂടെ ലൈൻ വലിക്കാനായിട്ട് ആ ഭാഗത്തൊക്കെ കുഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗേറ്റൊക്കെ തുറന്നിട്ടിട്ട് പോയാൽ മതി, അവർക്ക് ഇടയ്ക്ക് കയറണം അകത്തേക്ക്. അപ്പോൾ ഈ റോഡിലൂടെ നടന്ന് ആ സൈഡിലേക്ക് പോകാം. കുണ്ടും കുഴിയും ശ്രദ്ധിച്ച് നടന്നില്ല ഈ പണിയാണ്. അപ്പോൾ വെള്ളായണി ഭാഗത്ത് വെങ്ങാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇത്. വെങ്ങാനൂരിൽ ഇത് ലച്ചു തട്ടുകട. ഇത് തിരക്കാണ്. ഞാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ച തിരക്ക് കുറവായിരിക്കും, നിറച്ചാൾ. ഇരിക്കാൻ സ്ഥലമുണ്ടോ നോക്കട്ടെ. അപ്പോൾ ലച്ചു തട്ടുകടയുടെ അകത്ത് നല്ല തിരക്കാണ്. ഇവിടുത്തെ തിരക്കിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. ഈ ചേട്ടനടുത്തൊന്ന് ചോദിക്കാം. എല്ലാവരും വന്ന് ഭയങ്കര തിരക്കൊക്കെ എന്താ കാര്യം? രുചികരമായ ഭക്ഷണമാണ്. ഒരു ദോശയ്ക്ക് 2 രൂപ വിലയുള്ളൂ. നല്ല ചമ്മന്തി 50 രൂപ മുടക്കിയാൽ മതി, വയറ് നിറച്ച് ഭക്ഷണം. അപ്പോൾ ദോശയും ചമ്മന്തി പിന്നെ മുളക് പൊടി തരും അല്ലേ? മുളക് കറിയാണ്. മുളക് കറി, രസവടയുണ്ട്, പപ്പടമുണ്ട്. ഇതാണ് ദോശ. അൺലിമിറ്റഡ് എത്ര വേണേലും നമുക്ക് കഴിക്കാമല്ലോ. ദോശ നല്ല കുട്ടി ദോശയാണ് കേട്ടോ. ഈ കുട്ടിൽ തട്ടി ദോശ നല്ല രസമുണ്ട്. ഇത് 2 റുപ്പീസിൻ്റെ ദോശയാണ്. ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരുമോ ഇവിടെ? ആണല്ലേ? ആദ്യം നമ്മളൊരു 3 ദോശയിൽ നിന്നും തുടങ്ങാം. ഇത് കുട്ടി ദോശയാണ്, നമുക്ക് കൂടുതൽ കഴിക്കാമല്ലോ. 2 ദോശ, നല്ല ചമ്മന്തി, പിന്നെ ഒരു മുളക് കറി. പ്രത്യേക കോംബോ ആണ്. രസവടയ്ക്കൊക്കെ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്? 10 രൂപയേ ഉള്ളൂ രസവട. ചായക്കൊക്കെ എന്താ വില? 10 രൂപ. അത് 10 രൂപ. പപ്പടം ഇല്ലേ? പപ്പടം കിട്ടുമല്ലോ പറഞ്ഞു. കൊള്ളാമല്ലോ പരിപാടി. 50 രൂപയുടെ സുഖമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. ഓംലെറ്റ് ഉണ്ടോ? ഓക്കെ, എനിക്കൊരു സിംഗിൾ മതി. സാധാരണ രാത്രി നമ്മൾ തട്ടുകടകളിൽ പോയി കഴിക്കുന്ന ഫുഡ് നമുക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നു. ഞാനിപ്പോൾ 3 ദോശ എടുത്താൽ എനിക്ക് വെറുതെ 6 രൂപയാവുള്ളൂ ദോശയ്ക്ക്. ഞാൻ പൈസയുടെ അവസ്ഥയ്ക്ക് പറയുന്നില്ല, ഒരുപാട് സാധാരണക്കാർക്ക് വന്ന് കഴിക്കാൻ പറ്റിയ നല്ല സ്വാദുള്ള ഭക്ഷണം. വൃത്തിയായിട്ട്. ഇതൊരു വീടാണ്. വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ്, ബാക്കിലെ വീടാണ്. പതിനൊന്നരയാകുമ്പോൾ തീരും കേട്ടോ. എത്ര മണിക്കാണ് തുടങ്ങുന്നത്? 6 മണി തൊട്ട് 11:30 വരെ ഉണ്ട്. 12 മണി വരെ ഉണ്ട്. ഉള്ളി ബ്രേക്ക്ഫാസ്റ്റ്, അതും ഇത് മാത്രം. ഉച്ചയ്ക്ക് ചോറ് അങ്ങനെയൊന്നുമില്ല. സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് വെങ്ങാനൂർ ഭാഗം എന്ന് പറഞ്ഞല്ലോ, വെള്ളാനി പോകുന്ന ആ വഴിയാണ്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്കെല്ലാം അത്യാവശ്യം സുഖമായിട്ട് വന്ന് ഭക്ഷണം. ഇവിടെ ഭയങ്കര തിരക്കാട്ടോ, 12 മണി വരെ തിരക്കാം. എൻ്റെ അറിവിൽ വേറെ ആരും വന്ന് ഷൂട്ട് ചെയ്തിട്ടില്ല. ഫുഡ് ബ്ലോഗേഴ്സ് ആരും ഇവിടെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. കിഴങ്ങ് കറി ഓക്കെ വേണ്ടാന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വീണ്ടും വാങ്ങിച്ചു. കാര്യം ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ആൾക്കാർ കിഴങ്ങ് കറി കഴിച്ചില്ലേന്ന് ചോദിച്ചു. ഗംഭീര ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് പോകുന്നത് ശരിയല്ലല്ലോ അല്ലേ? ഒരു കാര്യം പറയാം, 2 രൂപയുടെ ദോശയാണ്, ചെറുതാണ്. പക്ഷേ അതിൻ്റെ ടേസ്റ്റും കൊണ്ടും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കൊണ്ടും പിന്നെ വയറ് നിറയണമെങ്കിൽ ഒരു 8 മുതൽ 10 വരെ കഴിക്കും അല്ലേ ഓരോരുത്തരും. 10 കൂടുതലും ഞാൻ പക്ഷേ 4 വരെ പോവുള്ളൂ. അപ്പോൾ കിഴങ്ങ് കറി നോക്കട്ടെ. ദോശയുടെ കൂടെയുള്ള കിഴങ്ങ് കറി ഓക്കെ. ആദ്യമായിട്ടാണ് കിഴങ്ങ് കറി കൂട്ടി ദോശ കഴിക്കുന്നത്. ദറ്റ് ഈസ് പൊട്ടറ്റോ കറി. കിഴങ്ങ് കറി കൊള്ളാം കേട്ടോ. നല്ല മസാലയുടെ ഒക്കെ ടേസ്റ്റാണ്. കൂട്ടുകറിയൊക്കെ കഴിക്കുന്നത്, ഒരു മസാല കൂട്ടുകറി കഴിക്കില്ല അതുപോലെ. കിഴങ്ങ് കറി നല്ല കോമ്പിനേഷൻ കേട്ടോ. ചമ്മന്തിക്കാട്ടിൽ കുറച്ചുകൂടി കട്ടനും പൊളിയാണല്ലേ. കട്ടൻ പൊളി, ചായ പൊളി, കിഴങ്ങ് കറി പൊളി, എന്തായാലും കൊള്ളാം. ഇവിടെ സ്ഥിരം വരുന്ന ആളാണോ? നല്ല തിരക്കാണ്.
നേരം വെളുക്കുമ്പോൾ തുടങ്ങുന്ന പരിപാടിയാണ്. 6:30 മുതൽ 12 മണി വരെ തിരക്ക്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ വന്നതാണ് എക്സ്പ്ലോറിങ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങുന്നു. അപ്പോൾ നല്ലൊരു കടയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി അടുത്ത കുറച്ച് കറങ്ങിയിട്ട് ദൂരെ നിന്ന് വരുമോ? ഓ, എൻ്റെ വയറ് നിറഞ്ഞു. ഓക്കെ, മനസ്സ് നിറഞ്ഞു, സന്തോഷം. ഇതാണ് ഇവിടുത്തെ ഈ ഒരു കട നടത്തുന്ന പേര് മണികണ്ഠൻ. സഹോദരി കൂടെ ഉണ്ട്, സഹോദരിയും സഹോദരനും കൂടിയാണ്. ഇവർ രണ്ടാളും കൂടിയാണ് ചെയ്യുന്നത്. നോക്കിയാൽ ഇതുപോലത്തെ ഒരു വലിയ കല നിറച്ച് മാവുണ്ടാവും. അത് കംപ്ലീറ്റ് തീരുന്നവരെ 12 മണിയാകുമ്പോൾ തീരും. എല്ലാ ദിവസവും അങ്ങനെയാണ് അല്ലേ? കാണും, തീരുന്നവരെ കൊടുക്കും. ഓക്കെ, വേറെ ഒരു പരിപാടിയില്ല, ഇത് മാത്രം കൊള്ളാം. അങ്ങനെ ഒരു സിമ്പിളായിട്ടല്ലേ? നല്ലായിരുന്നു. ഓ, ഇങ്ങനെയാണ് ഇവിടുത്തെ ദോശ ചൂടായിട്ടുണ്ടാക്കുന്നത്. ഒരു കണക്കാണ് അല്ലേ, ഒരു തവി. ആ, തട്ടിൽ കുട്ടി ദോശ ആണ്. അച്ഛൻ്റെ കാലം മുതലേ ഉള്ളതാണോ? അപ്പൂപ്പൻ്റെ കാലം മുതലോ? അച്ഛൻ്റെ എല്ലാവരും ഇത് തന്നെയാണോ ചെയ്തുകൊണ്ടിരുന്നത്? ഇവിടെ തന്നെ ആയിരുന്നോ? അപ്പോൾ കടകൾ മാറി മാറി വരും സ്ഥലങ്ങൾ അല്ലേ? പക്ഷേ ഐറ്റം ഇത് തന്നെയായിരുന്നു. തേങ്ങ ഇടുവോ? ഞാൻ കഴിച്ച ദോശയിൽ തേങ്ങ ഉണ്ടായിരുന്നോ? അറിയാൻ പറ്റിയില്ല കേട്ടോ. ദോശയിൽ ഇച്ചിരി തേങ്ങയും കൂടി ഇട്ടിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. എന്നിട്ടാണ് 2 രൂപയ്ക്ക് കൊടുക്കുന്നത്. അതെ, മനസ്സിലായി. വലിയ ലാഭം നോക്കിയിട്ടുള്ള കച്ചവടമൊന്നുമല്ല. പക്ഷേ ഇത് മൂന്നാമത്തെ തലമുറയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് ഇത്. അപ്പോൾ വസ്തു ചേച്ചിയുടെ അച്ഛൻ്റെ കാലം തൊട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇപ്പോൾ നടത്തുന്നത് അല്ലേ? ബ്രദർ ആൻഡ് സിസ്റ്റർ. യെസ്, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇത് ചൂടായിട്ട് ഉണ്ടാക്കി കൊടുക്കും. ചമ്മന്തി, കിഴങ്ങ് കറിയും മുളക് കറിയും ഒക്കെ രസോടെയൊക്കെ നേരത്തെ ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് ഇത് ചൂടായിട്ട്. കിഴങ്ങ് കറിയുണ്ട്, ഓംലെറ്റ് ഉണ്ട്, പിന്നെ രസവട, പിന്നെ 4 ദോശ. ഓക്കെ, ചമ്മന്തി. അതിങ്ങനെ ഒരു കണക്കാണ്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ബില്ല് പേ ചെയ്യുന്നത്. യെസ്, താങ്ക് യു. 70 രൂപയായിട്ടുള്ളൂ, ബാക്കി പൈസ കിട്ടി. അത്ര ലാഭത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ വെറുതെ ലാഭത്തിൻ്റെ കഥയല്ല ഞാൻ പറയുന്നത്, തൃപ്തിയോടുകൂടി കഴിക്കാം വീട്ടിലെ ഭക്ഷണം, മനസ്സ് നിറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ പോയിട്ട് വരട്ടെ. അപ്പോൾ സ്ഥലം പറഞ്ഞുതരാം. പൂങ്കുളം കാർഷിക കോളേജിലേക്ക് പോകുന്ന ആ ജംഗ്ഷൻ പോയിന്റ് എത്തുമ്പോൾ അങ്ങോട്ട്, കാർഷിക കോളേജിൻ്റെ അങ്ങോട്ടല്ല പോകേണ്ടത്, അതിന് പകരം റൈറ്റ് തിരിയുമ്പോൾ വെങ്ങാനൂർ റൂട്ട് മുട്ടേക്കാട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ലച്ചു തട്ടുകട. കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെങ്ങാനൂരുള്ള ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിൽ വരും. ഓക്കെ, അതാണ് ഡയറക്ഷൻ. എന്തായാലും ഒരു ഹാപ്പി ആയിട്ട് പോവുകയാണ് ഞാൻ. ഇനി ഇന്നത്തെ പരിപാടി എല്ലാം ഇത് തന്നെയാണ്. ഇനി ലഞ്ചും പുറത്തുനിന്ന് തന്നെയാണ് കഴിക്കുന്നത്. അതും ഈ പരിസരത്തുള്ള ഏതെങ്കിലും കടയിൽ. ഉടനെ കഴിക്കാൻ പറ്റില്ല, കറങ്ങി. അങ്ങനെ ദോശയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക്, അതായത് വെള്ളായണി പരിസരത്ത് തന്നെ എത്തും. പെട്ടെന്ന് എത്താൻ പറ്റി. നമ്മളുടെ വസ്തുവുള്ള സ്ഥലമാണ്. വെള്ളായണി കായലിൻ്റെ ഇപ്പുറത്തെ റോഡിലാണ്. ഇവിടെ വേറൊരു കാര്യം കാണാൻ വന്നത്. ഇത് ശ്രീകുമാർ സാറ്. അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ നിന്ന് അഡീഷണൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തു. അതും ലോയിലായിരുന്നു അല്ലേ, ലോ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അദ്ദേഹം ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഒരു ഐഡിയ തോന്നി. എന്തായിരുന്നു അത്? അത് ഞാൻ ചെറിയ 1-2 വിദേശ രാജ്യങ്ങൾക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീരിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പാവങ്ങൾക്ക് അവർ യൂസ് ചെയ്ത എന്നാൽ പാകമല്ലാത്ത സാധനം തുണികളിങ്ങനെ പരസ്യമായിട്ട് വയ്ക്കുകയും അത് അവർക്ക് എടുക്കാവുന്ന ഒരു സൗകര്യം, പാവങ്ങൾക്ക് വന്ന് ആവശ്യമുള്ളവർക്ക് എടുക്കാവുന്ന ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ജർമ്മനിയിലാണെങ്കിൽ ധാരാളം ബുക്കുകൾ അങ്ങനെ കൊണ്ടുവയ്ക്കുന്നത്, റോഡ് സൈഡിലൊക്കെ കൊണ്ടുവച്ച് അത് ആവശ്യക്കാർക്ക് എടുക്കാം, വായിക്കാം, വേണമെങ്കിൽ കൊണ്ടുപോകാം, കുഴപ്പമില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഇവിടെ പലരും, ഞാൻ ഉൾപ്പെടെ, പഴയ പാകമല്ലാതാവുന്ന ഡ്രസ്സുകളൊക്കെ കളയുകയാണ്. ഇപ്പോൾ കത്തിച്ച് കളയും. ആരും ആവശ്യക്കാർ വരാറില്ല. കൊടുക്കാനെന്ന് പറഞ്ഞാൽ ആവശ്യക്കാർക്ക് പലർക്കും ഒരു നാണക്കേടാണ്. അപ്പോൾ ഇത് ഇവർ ഒരു സ്പേസ് അങ്ങനെ ഉണ്ടാക്കിയാൽ അത് വലിയ ആർക്കും കൊണ്ടുവയ്ക്കാം, ആർക്കും എടുക്കാം. അങ്ങനെ വരുമ്പോൾ ആർക്കും ഒരു ചമ്മലും ഇല്ലാതെ ഇത് ഒരു ഒതുങ്ങിയ സ്ഥലമാണ്. ഇവിടെ വന്ന് പലരും എടുക്കുന്നുണ്ട്, ആരും കാണുന്നില്ല, അവർക്ക് വന്ന് ഒരു പ്രൈവസി ഉണ്ട്. അതായത് അദ്ദേഹം ഉദ്ദേശിച്ചതാണ്, ഇവിടെ ഒരു റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ പുറത്തു പോകുന്ന വസ്ത്രമാണെങ്കിൽ നല്ലതും എല്ലാം തീരെ മോശമുള്ള കാര്യമല്ല പറയണം. നമുക്ക് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കളയാണ്ട് അതിവിടെ കൊണ്ട് വെച്ചാൽ
ആവശ്യക്കാർ ഒരുപാടുണ്ട്, വസ്ത്രം വാങ്ങിക്കാൻ കഴിവില്ലാത്ത ആവശ്യക്കാർ ഒരുപാടുണ്ട്. പക്ഷേ അവർക്ക് ഒരു പക്ഷേ നേരിട്ട് വന്ന് ചോദിച്ച് വാങ്ങുമ്പോൾ അതൊരു വിഷമമുള്ളവരായിരിക്കും, മടിയാണ്. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് എടുത്തിട്ട് പോകാം. അപ്പോൾ ഇത് കൊണ്ടുവയ്ക്കുന്നതും ആരും അറിയുന്നില്ല, എടുത്തുകൊണ്ട് പോകുന്നതും ആരും അറിയില്ല. കാര്യം ഇത് ഇച്ചിരി ഒഴിഞ്ഞൊരു പ്രദേശമാണ്, ഇതൊരു നാട്ടിൻ പ്രദേശമാണ്, അങ്ങനെ എപ്പോഴും ആളൊന്നുമില്ല അല്ലേ. എനിക്ക് വേറെ സന്തോഷമുള്ളത് ഇത് കണ്ടിട്ട് എൻ്റെ സുഹൃത്തുക്കൾ കൊട്ടാരക്കരയൊക്കെ 1-2 സംരംഭം തുടങ്ങി അല്ലേ, വേറെ ആൾക്കാർ ഇത് കണ്ട് തുടങ്ങി. പക്ഷേ ഈ തലശ്ശേരി ഭാഗത്തൊക്കെ ഈ ഭക്ഷണം ഇതുപോലെ കൊണ്ടുവയ്ക്കുന്ന പരിപാടിയുണ്ട്, ഫ്രിഡ്ജൊക്കെ വേണം. പക്ഷേ ഇത് അല്ലല്ല, ഇത് നല്ല ഐഡിയ ആണ്. കാര്യം വസ്ത്രം ഭക്ഷണത്തിനെ പോലെ തന്നെ പ്രധാനമാണല്ലോ. നമ്മളെല്ലാം ഒരുപാട് വസ്ത്രങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മളെല്ലാം ഒന്നും ഉപയോഗിക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്, കുറച്ച് നാളൊക്കെ ഉപയോഗിച്ചിട്ട് അത് പുതിയതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് വസ്ത്രങ്ങളും കൂടി ഇവിടെ കൊണ്ട് വയ്ക്കാം. അപ്പോൾ നമുക്കൊന്ന് കാണാം. കടവിൻ കനിവ് എന്നാണ് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റ്. ഈ അലമാരയിലാണ് വെക്കുന്നത്. ഇൻസ്ട്രക്ഷൻസ് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഉപയോഗയോഗ്യമായ തുണിത്തരങ്ങൾ ആവശ്യക്കാർക്ക് സൗജന്യമായി തിരഞ്ഞെടുക്കാവുന്ന ഇടം. അന്വേഷണങ്ങൾക്ക് ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 9497426097. എന്തെങ്കിലും അന്വേഷിച്ചിട്ട് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അതായത് ആവശ്യം കഴിഞ്ഞതും ഉപയോഗശൂന്യവുമായ തുണിത്തരങ്ങൾ ആർക്കും ഇവിടെ കൊണ്ടുവയ്ക്കാവുന്ന യോഗ്യമായതായിരിക്കണം. അതായത് കളയുന്നതെന്ന് വെച്ചാൽ കീറിയത് അങ്ങനത്തെ ഒന്നും കൊടുക്കരുത്, ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആവശ്യമുള്ളവർക്ക് സൗജന്യമായി എടുക്കാവുന്നതുമാണ്. കഴുകി വൃത്തിയാക്കിയ വസ്ത്രങ്ങൾ മാത്രമേ ഇവിടെ കൊണ്ടുവയ്ക്കാൻ പാടുള്ളൂ. അതാണ്, കഴുകി നീറ്റാക്കി കൊണ്ടുവയ്ക്കണം. പറ്റുമെങ്കിൽ തേച്ച് കൊണ്ടു കൊടുക്കുക. പാകമായത് മാത്രം എടുക്കുക. എടുക്കുന്നവരെ ശ്രദ്ധിക്കാൻ ഉള്ളത്, വെറുതെ എടുത്തുകൊണ്ട് പോയത്, അവർക്ക് പാകമായത് എന്താണോ അത് മാത്രം എടുക്കുക. എടുത്ത ശേഷം ബാക്കിയുള്ളവ മടക്കി അടുക്കി വയ്ക്കുക. ഇവിടെ നിന്നും ഒന്നും തന്നെ വിൽപ്പനയ്ക്കോ വിതരണത്തിനോ എടുക്കരുത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരെങ്കിലും ഇവിടെ നടത്തുകൊണ്ടെങ്കിൽ മറിച്ച് വിൽക്കുന്ന പരിപാടികൾ ചെയ്താൽ അത് ചെയ്തത്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും ഞാൻ നമ്പർ പറയുകയാണ്. എന്തെങ്കിലും കൂടുതൽ വിവരം അറിയണമെങ്കിൽ 9497426097. ഇതൊരു കമ്മ്യൂണിറ്റി സർവീസാണ്. സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവമാണ്. ഇങ്ങനെ ഒരു മനസ്സ് തോന്നിയതിൽ ഒരുപാട് സാറിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് കേട്ടോ. അപ്രീഷ്യബിൾ കാര്യമാണ്. ഇതിലിപ്പോൾ ഇവിടെ കുറച്ച് ജീൻസ് അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു. ആണുങ്ങളുടെ ഷർട്ടുണ്ട്, കുട്ടികൾ ചുരിദാറുകൾ, സാരികൾ എല്ലാം ഉണ്ട്. പല ടൈപ്പ് ഓഫ് ഡ്രസ്സ്, പല സൈസിലും. അതായത് ഓരോരുത്തരുടെ അളവനുസരിച്ച് അറിയാൻ പറ്റില്ലല്ലോ. ഓരോരുത്തർ കുട്ടികളുടെ ഡ്രസ്സാകാം, വലിയവരുടെ ആകാം, ടീനേജേഴ്സിൻ്റെ ആകാം. അപ്പോൾ ഇതിൽ നിന്നും ആവശ്യക്കാർ എടുത്തിട്ട് കൊണ്ടുപോവുക. പക്ഷെ വലിച്ചു വാരി ഇടരുത്. എടുത്തിട്ട് ബാക്കിയിരിക്കുന്നതൊക്കെ കൃത്യമായിട്ട് മടക്കി വയ്ക്കുക. കൊണ്ടുവയ്ക്കുന്നവരും വളരെ ശ്രദ്ധിക്കുക. നല്ല ഉപയോഗശൂന്യമല്ലാത്ത, നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വസ്ത്രങ്ങൾ വൃത്തിയാക്കി കഴുകി ഉണക്കി പറ്റുമെങ്കിൽ തേച്ചൊക്കെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാനും കൂടി കൊണ്ടുവരാം കേട്ടോ. ഞാനത് എത്രയോ പ്രാവശ്യം ഈ വഴി കൂടെയൊക്കെ പോയിട്ടുണ്ട്, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ കാര്യം മനസ്സിലായില്ല. അപ്പോൾ ഇനി ഒരു അലമാരയൊന്നും കൂടുതൽ വേണ്ടി വരും. ഒരു അലമാര കൂടുതൽ കാര്യം അറിയാത്തത് കൊണ്ടാണ് പല ആൾക്കാരും കൊണ്ടുവരാത്തത്. ഒരു പക്ഷേ നമ്മുടെ ഈ പ്രോഗ്രാമിൽ കണ്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ തിരുവനന്തപുരത്തുള്ള ആൾക്കാർ ഒരുപാട് പേര് ദൂരെ നിന്നൊക്കെ തന്നിട്ടുണ്ട്, വിളിച്ച് തരാറുണ്ട്. അപ്പോൾ ഈ നമ്പറിലേക്ക് ആദ്യം വിളിക്കുക, ഞാൻ വന്നെടുക്കാനും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു 1-2 അലമാരയും കൂടെ വെച്ചാൽ കൂടുതൽ ആവശ്യത്തിന് വയ്ക്കാം. അപ്പോൾ അതൊരു ഭയങ്കര നല്ല കാര്യം. ഓക്കെ, സോഷ്യൽ സർവീസ്. അപ്പോൾ നമ്മളിപ്പോഴും വെള്ളായണി കായലിൻ്റെ പരിസരത്ത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നിന്ന സ്ഥലത്തിനോട് ചേർന്ന് കുറച്ചിങ്ങോട്ട് മാറുമ്പോൾ, അതായത് ഇപ്പോൾ കണ്ടല്ലോ വസ്ത്രങ്ങളൊക്കെ കൊണ്ട് വയ്ക്കുന്ന ഒരു സ്ഥലം, അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയത്, അതായത് ഈ വളവ് തിരിയുന്നതിൻ്റെ അവിടെ തന്നെ. ഇവിടെ ശീല, ഇവരറിയപ്പെടുന്ന ശീല എന്നാണ്, അല്ലാത്ത പേര് ശ്രീകല. അപ്പോൾ ഇവിടെ കുറച്ച് കപ്പയും എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്, എല്ലാം ഉണ്ട്. ഉണ്ണിയപ്പം ഓക്കെ, ഫേവറേറ്റ് ആണ്. ഓക്കെ, അതിൽ കപ്പയും ചിക്കനുമാണ് ഉച്ചയ്ക്ക് കൊടുക്കുന്നത് കൂടുതൽ. എന്തൊക്കെ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? തോരൻ, അല്ലെങ്കിൽ ചിക്കൻ പെരട്ട്. ഓക്കെ, ചിക്കൻ പെരട്ട്, ചിക്കൻ കറി, കപ്പ, ഇതാണ് പരിപാടി. ഇപ്പോൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ആ സമയത്ത് തന്നെ ഞാൻ വന്നു. അപ്പോൾ ഇവിടുത്തെ കപ്പയൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ നീർത്തടാക പരിസ്ഥിതി സംരക്ഷണ സംഘടന എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. അതിൽ സ്ത്രീകളായിട്ട് ആദ്യം അവരോടൊപ്പം ഇറങ്ങിയത് ഞാനാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് മുട്ടക്കാട് RS ശ്രീകുമാറാണ്. അന്ന് ഞങ്ങൾ ഈ നീർത്തടാകത്തിലേക്ക് ഈ സംഘടനയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അയാൾ മെമ്പറായിരുന്നു ഈ വാർഡില. അപ്പൊ നമുക്ക് ഈ കായലിലൊരു വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങളെ കയ്യിൽ നിന്ന് പൈസ ചെലവാക്കിയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ക്ലീനിങ്ങും കാര്യം, സ്കൂൾ പിള്ളേർ, കോളേജ് പിള്ളേരെയൊക്കെ ഇറക്കി ക്ലീനിങ് ചെയ്യുകയും ഇങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ഇവിടെ വന്നവർക്ക് ഭക്ഷണം കിട്ടണില്ല എന്നൊരു പരാതി.
അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മെമ്പറൊക്കെ കൂടെ ചേർന്ന് ഇപ്പോഴത്തെ ഈ പ്രസിഡന്റ് ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് മേലിലുള്ള ഇതിന്റെ ഈ കടയുടെ ഉടമസ്ഥന്റെ അടുത്ത് പറഞ്ഞ ഒരു കട വയ്ക്കുകയാണ് ഉണ്ടായത്. വെച്ചിട്ട് അതിൽ ഒരു റൂമും നമുക്കായിട്ട് മാറ്റി. അപ്പോൾ ഇതൊരു പുതിയ ബിൽഡിംഗ് ആണ് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത്. അതിൽ ഒരു മുറി ഇവർക്ക് കൊടുത്തു. അതായത് ഒരു വികസനത്തിൻ്റെ ഭാഗമാണ്, അഫോർഡബിൾ റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഇച്ചിരി ഒരു പോഷായിട്ട് തോന്നും നമുക്ക്. പക്ഷേ ഈ ബിൽഡിംഗ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. ആക്ച്വലി ഞാൻ എല്ലാ പ്രാവശ്യം ഇതുവഴിയാണ് പോകുന്നത്. നമ്മുടെ വസ്തുവിൻ്റെ അപ്പുറത്തല്ലേ കിടക്കുന്നത്. വസ്തു കാണാൻ പോകുന്നത് അവിടെ ചെന്നിട്ടൊന്നും ചെയ്യാനില്ല. അവിടെ പിള്ളേർ കളിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ, കായലിൻ്റെ അപ്പുറത്തെ സൈഡ്. ഇത് പമ്പ് ഹൗസ്, ഇവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ പമ്പ് ഹൗസാണ് അല്ലേ? ഇത് വവ്വാമൂല പമ്പ് ഹൗസ്. ഇത് വവ്വാമൂലയാണ്. ഇവിടെ ഇത്രയും വരുന്ന ഭാഗം കടവുമൂല എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് മുന്നോട്ട് പോയാൽ ബൺ റോഡാണ്, രണ്ട് സൈഡിലും കായൽ. അത് വവ്വാമൂലയിലേക്കുള്ള ട്രിപ്പാണ്. ഇതേപോലെ മുട്ടക്കാട് പാരലായിട്ടൊരു ബണ്ടുണ്ട്, അത് കാക്കാമൂല അല്ലേ? രണ്ടുപേരെ പോലെ തന്നെ അവിടെ ബസ് റൂട്ട് ഉണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ബസ് റൂട്ട് ഉണ്ടല്ലോ, മേളിൽ നിന്ന് വരുമല്ലോ. ഇല്ലേ ആ സൈഡിൽ ഇപ്പൊ ഇല്ലേ? ഓ അത് ശരി. മീൻ വിൽക്കുന്ന സൊസൈറ്റി നമ്മൾ ഇതിനു മുന്നേ പല വ്ളോഗ്സിലും കാണിച്ചിട്ടുണ്ട്. ഞാൻ വന്ന് വാങ്ങിയിട്ടുണ്ട് ഈ കായലിലെ മത്സ്യമൊക്കെ. അത് ഇതേപോലത്തെ പാരലായിട്ടൊരു ബണ്ട് റോഡുണ്ട്, അവിടെയാണ്. പക്ഷെ ഇവിടെ ഇരിക്കാനൊക്കെ ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം, കായലിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ബെഞ്ചസ് ഒക്കെ ഇട്ട് ഈവനിങ് ഒക്കെ നല്ല രസമാണ്. ഞങ്ങളെ ഗ്രൂപ്പ് തന്നെയാണ്, ഈ നീർത്തടാവുന്ന സംഘടന തന്നെയാണ് അവിടെ കാക്കാമൂല ബണ്ടിൽ കൊണ്ടുവന്നൊരു ഫെസ്റ്റ് വെച്ച് കൊടുത്ത് ഇപ്പൊ അവിടെയുള്ളവരെല്ലാം ഫെസ്റ്റ് വയ്ക്കാൻ തുടങ്ങി. ഞങ്ങളാണ് ഇവിടെ ആദ്യമായിട്ട് കായൽ ഫെസ്റ്റ്. കായൽ ഫെസ്റ്റ് ഫുഡിന്റെ ആണോ? ഫുഡിന്റെ എല്ലാം ഉണ്ട്, എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങള് അതിലത്തേക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് അങ്ങനെയാണ് ഇവിടെ ഇത്രയും. ഇവരെല്ലാം നീർത്തടാക സംരക്ഷണ പരിസ്ഥിതി, അതായത് എൻവയറമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ബേസിക്കലി നമ്മുടെ വെള്ളായണി കായലിനെ സംരക്ഷിക്കുന്നവരാണ്. അപ്പോൾ അതിന് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഭക്ഷണശാലയും കൂടി സെറ്റാക്കിയത്. വരുന്നവർക്ക് ഭക്ഷണം. വൈകുന്നേരമൊക്കെ ഇവിടെ നല്ല തിരക്കാണ് ഈ റോഡിലൊക്കെ, കാറ്റ് കൊള്ളാൻ വരുന്നവരും ഇരിക്കാനായിട്ട്. പണ്ടത്തേനെക്കാട്ടി കൂടുതൽ ആൾക്കാരൊക്കെ വന്നു പോകുന്നുണ്ട്, അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. നല്ല രസമാണ് ചുമ്മാ ഇരിക്കാനായിട്ട് ഈവനിങ് ടൈമൊക്കെ. നല്ല കാറ്റും നല്ല പ്രകൃതി രമണീയ പ്രകൃതി. ഇവിടെ ആ കാക്കാമൂല ബണ്ടിനേക്കാളും നമ്മുടെ ഇവിടെയാണ് എല്ലായിടും ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്. എവിടെ വേണമെങ്കിലും ചെന്ന് ആളുകൾക്ക് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ടും എന്തിനാണ് ഇവിടെ പറ്റും. ഓക്കെ, ഇതിവിടെ അടുത്ത വയലിൽ നിന്ന് കിട്ടുന്ന കപ്പയാണ്, നല്ല വേഗം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇത് വെള്ളക്കപ്പയായിട്ട് തന്നെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വേവിച്ചിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെയാണ് ചിക്കൻ പെരട്ട്. ഇന്ന് എന്താ പ്ലാൻ? കറിയുണ്ട്, പെരട്ടും ഉണ്ട്. രണ്ടുമുണ്ട്. പെരട്ട് കുറച്ചിട്ട് കയറുന്നതിന് അല്പമേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നു. വെളിച്ചെണ്ണയിൽ തന്നെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, ചൂട്ട്, കൊതുമ്പ്, കുറച്ച് വിറക് എല്ലാം കൂടി ചേർത്തിട്ടുള്ള മടല് എല്ലാം ഉണ്ട് കത്തിക്കാനായിട്ട്. അപ്പോൾ ഉള്ള പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് ആണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്. ഇനി ഒരു കൊച്ചടുക്കള ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല, ഒരാഴ്ച കൂടെ ആകുമ്പോഴത്തേക്ക് റെഡിയാവും. വെരി ഗുഡ്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ അടുക്കളയാണ് ഇഷ്ടം കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. കടുക് പൊട്ടിത്തീർന്നു, അടുത്ത് ഉള്ളി ഇടാൻ പോകുന്നു. കറിവേപ്പില ആവശ്യം പോലെ കറിവേപ്പില ഉണ്ട്, അത് ഇനി ഇടും. രണ്ടും കൂടിയാണ് അല്ലേ? സവാളയും കൊച്ചുള്ളിയും കൂടി. സവാള 1 കിലോ, എല്ലാം കൂടി സവാളയും കൊച്ചുള്ളി എല്ലാം കൂടെ 1 കിലോ. ഇതിപ്പോൾ 2.5 കിലോ ഇറച്ചിക്കാണ്, കോഴി ഇറച്ചിയുടെ കണക്കാണ്. ഇത് ഇഞ്ചി വെളുത്തുള്ളി, ചെറിയ മുളക്. ചെറിയ മുളകെന്ന് ഉദ്ദേശിച്ചത് എന്താ? ഉണ്ട പച്ചമുളക, ഈ പച്ചമുളക എന്തെങ്കിലും ഇതിൽ കൂടെ വെച്ച് ചേർക്കാറുണ്ട്. ഒരു ടൊമാറ്റോയുടെ പകുതി. അത് നേരത്തെ ഇടും അല്ലേ? വഴണ്ട് കഴിയുന്നതിന് മുന്നേ തന്നെ. കളറൊന്നും മാറണ്ട സവാളയുടെ. പച്ചമുളക് നേരത്തെ കൊച്ചു പച്ചമുളക് ഇട്ടില്ലേ? അത് അരച്ച്. ഇത് വലുത്. ഇത് ഉണ്ട പച്ചമുളക് എന്ന് പറയുമ്പോൾ മറ്റേ തൊണ്ടനല്ല. ഉള്ളി ഒരു വാടി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു. മുളക് പൊടി ചേർക്കുന്നു. ഏകദേശം ഇതിനുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഉണക്കി പൊടിച്ചതാണോ? ഉണക്കി പൊടിച്ചത്. ഏകദേശം എത്ര ഇട്ട് കാണും? 2 ടേബിൾ സ്പൂൺ? 4-5 ഇട്ടു. ഓക്കെ. ഇത് മല്ലിപ്പൊടിയാണ്. മസാലയൊക്കെ പാകത്തിന് മൂത്തിട്ടുണ്ട്, പച്ചച്ചുവയൊക്കെ മാറി. ഇനി ചിക്കൻ്റെ പീസ് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം 2.5 കിലോ ചിക്കനാണ് കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത്. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലും വരും. വെളുത്തുള്ളി ഇഞ്ചി അരച്ച് വെച്ച മിക്സിയുടെ ബൗള്, അത് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നു. മസാലയാണേ. അത് റെഡിമെയ്ഡ് മസാലയാണോ ഉപയോഗിക്കുന്നത്? അത് മറ്റേ മസാല ഇടും. ഇത് സാധാ മസാലയാണേ.
ഗരം മസാല നമ്മൾ വാങ്ങിച്ച് പൊടിക്കുന്ന സാധനം അതിലെല്ലാം ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പു എല്ലാം ഉണ്ട്. ഇത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി. അപ്പോൾ ചിക്കൻ മസാല പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടുന്നത് അത് ചേർത്തു. അല്ലാണ്ട് ഇവിടെ പൊടിക്കുന്ന ഗരം മസാല പൗഡർ ചേർത്തു, കുരുമുളക് പൊടി ചേർത്തു, ഉപ്പ് ചേർത്തു. ചിക്കനുള്ള മഞ്ഞപ്പൊടിയാണ്. ഇല്ല, തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷമേ അടുത്ത മുളക് പൊടി ചേർക്കാറുള്ളൂ. അതാണ് ഇനി മുളക് പൊടി ചേർക്കും അല്ലേ? ഓ വെരി ഗുഡ്. അപ്പോൾ ഇനി വറുത്ത മല്ലിപ്പൊടി മുളക് പൊടി വരുന്നുണ്ട്. ഇതൊരു ഡിഫറെൻറ്റ് മെത്തേഡിലാണ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും മുളക് പൊടി മല്ലിപ്പൊടി ചേർക്കുന്നു. കൊള്ളാലോ, വെറൈറ്റി. ഈ ട്രേഡ് സീക്രട്ട് ഒന്നും പറഞ്ഞു തരില്ല എന്നാണ് പറഞ്ഞത്. എല്ലാം വെളിയിലായി കേട്ടോ. നിങ്ങൾ ഇടല്ലേ എല്ലാം. ഇതിനെ അടച്ചിരിക്കുകയാണ്. ഓക്കെ, അടച്ച് വേവിക്കുന്നു. തേങ്ങാപ്പാൽ ഇപ്പോൾ ഒഴിക്കുന്നേ ഉള്ളോ? വേറെ തേങ്ങാപ്പാൽ ഒഴിക്കില്ലേ? ഇത്രയും മതി തേങ്ങാപ്പാല്. കട്ടി കുറഞ്ഞ പാലാണ് ഒഴിക്കുന്നത്. ഇല്ല, തേങ്ങാപ്പാല് തേങ്ങ കുറച്ചേ ഉപയോഗിക്കുള്ളൂ. തേങ്ങ കുറച്ച്. ഇപ്പൊ നന്നായിട്ട് കിടന്ന് തിളയ്ക്കുന്നു. ഒരു പകുതി വെന്തിട്ടുണ്ടാവില്ലേ? ഇനി ഇതിനകത്ത് വീണ്ടും കുറച്ച് വറുത്ത മല്ലിപ്പൊടി മുളക് പൊടി ചേർക്കും. ആദ്യം 2 ടേബിൾ സ്പൂണാണ് ചേർത്തത് കേട്ടോ, മല്ലിപ്പൊടി മുളക് പൊടി. ഇപ്പോൾ വീണ്ടും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കും. ഇത് വറുത്ത, നേരത്തെ പച്ചമുളക് പൊടിയായിരുന്നു വറുക്കാത്തത്. ഇപ്പോൾ ഏകദേശം 2.5 ടേബിൾ സ്പൂണോളം ചേർക്കും. ഇതാണ് നല്ല കളർ കൊടുക്കും. അപ്പോൾ നല്ല വറുത്ത മുളക് പൊടി, അതുപോലെ വറുത്ത മല്ലിപ്പൊടി. അത്രയും ഇടൂല. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ നിറച്ച്. ഇതിനി ഒന്ന് വെന്താൽ മതി. വെന്ത് കഴിഞ്ഞിട്ട് കറിവേപ്പില, മല്ലിയില, വെളിച്ചെണ്ണ, ഒരല്പം ഗരം മസാലപ്പൊടി. അപ്പോൾ ഇനി നമുക്ക് വിറകടുപ്പായതുകൊണ്ട് പെട്ടെന്നാകും. എങ്കിലും നമ്മളൊന്ന് പോയിട്ട് വരാം. കളയരുത്, ഞങ്ങൾ വരും. വേറെ ആൾക്കാർ വന്ന് കഴിച്ചിട്ട് പോവേ. അപ്പോൾ നമുക്ക് കുറച്ചങ്ങോട്ട് ആ കായലിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയിട്ട് വരാം. ബിൽഡിങ്ങിൻ്റെ ഓണറാണ് കേട്ടോ ഇത്. നമുക്ക് ഈ കട വയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ ആളുകൾക്ക് ഭക്ഷണം കിട്ടാനില്ല എന്ന് പരാതി. അങ്ങനെ അണ്ണൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് അണ്ണന് അങ്ങനെ വെച്ച് തന്ന ഒരു ബിൽഡിങ്ങാണിത്. അതിലൊന്ന് ആദ്യത്തെ റൂം എനിക്ക് വേണ്ടിയിട്ട് ഈ സംഘടനയിൽ നീർത്തടാകുന്ന സംഘടനയിൽ ഞങ്ങളെ ഒന്ന് പറഞ്ഞതുകൊണ്ട് ആണ് വെച്ച് തന്നു. അതുകൊണ്ടാണ് ഈ കട എനിക്ക് വേണ്ടി തന്നതാണ്. അങ്ങനെ അദ്ദേഹം ഇവിടുത്തെ വീട് കുറച്ച് ഇതിൻ്റെ തൊട്ട് പറയില്ല അല്ലേ? ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഈ ബിൽഡിങ് കെട്ടിയിട്ടാണ് ഇങ്ങനെ ഇവർക്കൊക്കെ സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ട്. അപ്പോൾ വഴി ഒന്നുകൂടി ഒന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എനിക്ക് അല്ലാണ്ട് പറയാൻ അറിയില്ല. അതായത് വെങ്ങാനൂർ റൂട്ട്, നമ്മളൊരു ദോശ കഴിച്ച കടയിൽ കയറിയല്ലോ, അത് വെങ്ങാനൂരിൽ എത്തുന്നതിന് മുന്നേ ആണ്. അത് കഴിഞ്ഞ് ഇച്ചിരി മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടാവും താഴേക്ക്, ലെഫ്റ്റ് സൈഡിൽ അവിടെ നിന്ന് വരുമ്പോൾ. ആ ലൈൻ താഴേക്ക് ഇറങ്ങി വന്നതാണിത്. ഇവിടെ വരുമ്പോൾ നമ്മളിത് വവ്വാമൂലയിലേക്ക് പോകുന്ന 2 സൈഡിലും കായലുള്ള ബൺ റോഡ്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഈ ഒരു ബിൽഡിംഗ് കോംപ്ലക്സ് കണ്ടല്ലോ. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ ബൺ റോഡ് വഴി, അതായത് 2 സൈഡിലും കായൽ, ഇതാണ് ആ റോഡ് കേട്ടോ, അതുവഴി പോയിട്ട് അപ്പുറത്തെ സൈഡിലുള്ള റോഡിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. മനോഹരമായ കാഴ്ചകൾ. 2 സൈഡിലും കായലാണ്, നടുക്കുള്ള റോഡ്. ഇവിടെ ചെറിയ കുട്ടി കടകളുണ്ട് കേട്ടോ, അതായത് ചെറിയ റിഫ്രഷ്മെൻറ്റ്സിന് 2 സൈഡിലും ഉണ്ട്. ചെറിയ പെട്ടിക്കടകൾ, ജ്യൂസ് കുടിക്കാം, മുട്ടായി വാങ്ങിക്കാം. ഇതുപോലെ ബെഞ്ചസ് ഉണ്ട്, ഇവിടെ ഇരിക്കാം, തണലുണ്ട്. ആൾക്കാരൊക്കെ ഇപ്പോഴേ ഇരിക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരമൊക്കെ ഇവിടെ നല്ല തിരക്കാണ്, ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിരിക്കാം. ഈ സമയത്തൊക്കെ ഈ യങ്സ്റ്റേഴ്സാണ് കൂടുതലും വരുന്നത്, ഫ്രണ്ട്സൊക്കെ ആയിട്ട്. ഈവനിങ് ടൈം ആകുമ്പോഴാണ് ഫാമിലി ക്രൗഡ് കൂടുന്നത്. ദിസ് ഇസ് അവർ റോഡ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ മുകളിലോട്ട് പോയാൽ വെങ്ങാനൂർ റോഡിൽ തന്നെ ചെന്ന് കയറും. നല്ല ഒരു കാറ്റും, ഈ സൈഡിൽ നല്ല കാറ്റാണ്. വെയിലൊന്നും നമ്മൾ അറിയില്ല, കുറച്ച് രസമാണ് ഇവിടെ. ദേ ഇവിടെയും വന്നോ മുറുക്കാങ്കട, കൊള്ളാലോ. എന്ത് രസമാണ് ഇവിടെയൊക്കെ വരുമ്പോൾ. നമ്മുടെ താറാവിനെയൊക്കെ കാണാം. നല്ല നട്ടുച്ച എന്നൊക്കെ പറയാം. ഏകദേശം ഒരു 1 മണിയാകാറായി, 12:45. കൂളാണ് ഇവിടെ, മരങ്ങളുടെ പ്രസൻസ്, കായൽക്കാറ്റ്. കാറ്റത്തിങ്ങനെ ഞാനാണ് ആടി ഒലയുന്നത്. മരങ്ങൾ, തെങ്ങോലകളൊക്കെ അനങ്ങുന്നു. ഓക്കെ, ഇതൊക്കെ വള്ളക്കാർ ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ് മീൻ പിടിക്കാൻ പോകുന്നത്. കുറേ വലയും കൊണ്ടുവച്ചിട്ടുണ്ട്, മീൻ പിടിക്കാനുള്ള വലകളെല്ലാം കെട്ടി വെച്ചിരിക്കുന്നു. രാത്രി കൊണ്ടിടും, രാവിലെ ആകുമ്പോൾ എടുക്കും. പിന്നെ അല്ലാണ്ട് വല
വീശി പിടിക്കുന്ന ആൾക്കാർ വെള്ളമായിട്ട് പോയിട്ട് രാവിലെയും ചെയ്യും വൈകുന്നേരവും ചെയ്യും. താറാവ് ഇങ്ങനെ നടന്നല്ല കേട്ടോ, താറാവ് ഇങ്ങനെ ഒഴുകി പോകും. ഇങ്ങനെ കായൽക്കരയിലൂടെ നടക്കും. ഇവിടെ ശരിക്കും നല്ലൊരു കുളിക്കടവ് പോലെ ആയിരുന്നു കേട്ടോ. ഇപ്പം നോക്കിയേ, കുളവാഴ വന്ന് കംപ്ലീറ്റ് കുളമായി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം പറഞ്ഞുതരാം. ഈ വെള്ളായണി കായലെന്ന് പറയുന്നത് ഇത് ഒരുപാട് ഒരു എക്സ്പാൻസ് ഓഫ് ഏരിയ ആയിരുന്നു ഒരു സമയത്ത്. ഇപ്പോൾ ഇത് ശുദ്ധജല തടാക പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ ഇതിന് മുന്നേ ഇവിടെ പുഞ്ചകൃഷി ഉണ്ടായിരുന്നു. വർഷത്തിലൊരിക്കൽ ഇതിലെ വെള്ളം വറ്റിച്ചിട്ട് കൃഷിക്ക് കൊടുക്കും. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒക്കെ കൃഷി ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം നിറയും, അങ്ങനെ. പക്ഷേ കാലക്രമേണ അത് മാറി ഇപ്പോൾ ഇത് ഈ ഒരു വിഴിഞ്ഞം പ്രോജക്റ്റിനും ഇവിടെയുള്ളൊരു 7-8 പഞ്ചായത്തിലേക്കൊക്കെ ശുദ്ധജലം കൊടുക്കുന്നത് ഈ വെള്ളത്തിൽ നിന്നാണ്. അപ്പോൾ ഇതൊരു കേരളത്തിലെ 3 പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങളിലൊന്നാണ്. പൂക്കോട്ടിലേക്ക്, ശാസ്താംകോട്ട ആൻഡ് വെള്ളായണി കായൽ, ഇങ്ങനെയാണ് 3 വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട്. ഇവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് ഇവിടെ ഒരു പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ പ്യൂരിഫയിങ് പ്ലാന്റ് ഉണ്ട്. അവിടെ പോയിട്ട് വെള്ളം ശുദ്ധീകരിച്ചിട്ട് ആണ് കുടിവെള്ളമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ വിഴിഞ്ഞം പ്രോജക്റ്റിലെല്ലാം അദാനിയുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ഇവിടുന്ന് തന്നെയാണ് വെള്ളം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ഒരു സ്ഥലമായി മാറി. പക്ഷേ ഇഷ്ടം പോലെ മത്സ്യസമ്പത്തുണ്ട്. ഇവിടുത്തെ കരിമീനും ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഈ കുറേ കാലങ്ങളായിട്ട് കരഭൂമി എന്ന് പറഞ്ഞ് കുറേ ഏരിയ ഉണ്ട്. അത് പട്ടയമുള്ള ലാൻഡാണ്. പക്ഷേ അതിലൊക്കെ വെള്ളം കയറി കിടക്കുക. അപ്പോൾ അവർക്ക് ആർക്കും തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, കൃഷി ചെയ്യാനും പറ്റുന്നില്ല. അതേസമയം കരഭൂമിക്ക് അടുത്ത് കിടക്കുന്ന വേറെ കരഭൂമിയുള്ള ആൾക്കാർ അടുത്ത് കിടക്കുന്ന കായൽ പ്രദേശം കുറേശ്ശെയായിട്ട് എൻക്രോച്ച് ചെയ്തിട്ട് എത്രയോ ഹെക്ടേഴ്സ് ഉണ്ടായിരുന്നു, അത് ചുരുങ്ങി വരികയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കായൽ സംരക്ഷണ സമിതിയും എൻവയറമെൻറ്റ് പൊല്യൂഷൻ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരും എല്ലാം ഇവിടെ വളരെ സജീവമാണ്. ഇപ്പോൾ ഇത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പുറത്തെ സൈഡിലെ ഈ കുളവാഴ എല്ലാം നീക്കം ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇതൊരു വലിയൊരു മെനസാണ്. അധികം താമസിക്കാതെ ഇവിടെ എന്തൊരു പ്രോജക്റ്റ് വരുന്നു എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സംസ്കരിച്ച് വേറെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പ്രോജക്ട്സ് വന്നു കഴിഞ്ഞാൽ ഇവനെ എല്ലാം എടുത്ത് അതിലേക്ക് ബൈ പ്രോഡക്ട്സ് ആക്കി മാറ്റും. എന്തായാലും അത് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇത് വലിയ പ്രോജക്ട്സ് ഒക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. നടപ്പാതയായിട്ട് കൊണ്ടുവരുന്നു, ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് പലതും ഇവിടെ സംഭവിക്കും ഭാവിയിൽ. എന്തായാലും അങ്ങനെയൊക്കെ നടക്കട്ടെ അല്ലേ. അങ്ങനെ ഞാനിങ്ങനെ കായൽക്കരയിലൂടെ നടക്കുന്നു, കായൽ കാറ്റൊക്കെ ആസ്വദിച്ച്. കാര്യം നമ്മളവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. തിരിച്ചു ചെല്ലുമ്പോൾ കപ്പയും ചിക്കൻ കറിയൊക്കെ റെഡിയാകും. അപ്പോൾ അതും കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പോൾ അതുവരെ അയ്യോ താറാവ് ഇവിടെ എത്തി. ഹാ ബ്യൂട്ടീസ്. അയ്യോ ഇതാണോ പെണ്ണോന്നൊന്നും അറിയില്ല കേട്ടോ, എല്ലാം ബ്യൂട്ടീസാണ്. ഹലോ, പോവാണോ? ആളുകളെ കാണുമ്പോൾ പോവും. അതാ പ്രശ്നം. എന്ത് രസമല്ലേ താറാവായിട്ട് ഇങ്ങനെ വെള്ളത്തിലൂടെ കറങ്ങി നടക്കാൻ. പക്ഷേ അധികം താമസിക്കാതെ നമ്മളത് ഡക്ക് മപ്പാസായിട്ട് മാറും. അതുകൊണ്ട് വേണ്ട. ഇതൊരു ചാല് പോലെ ഉണ്ട് കേട്ടോ, കായൽ കഴിഞ്ഞ് ഒരു ചാല് പോലെ. ഇത് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതേ ഉള്ളൂ, വെള്ളമാണ് ഇതിൻ്റെ അടിയിൽ. അത് കഴിഞ്ഞിട്ടൊരു മെയിൻ റോഡ്, അതിൻ്റെ അപ്പുറത്താണ് വസ്തുക്കളൊക്കെ ഉള്ളത്. അവിടെയൊക്കെ വീട് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇവിടെയൊക്കെ നടക്കാനൊക്കെ വരാം. ഹൈറ്റിലാണ് വീട് ഇരിക്കുന്നതെങ്കിൽ നേരെ കായൽ ഫ്രണ്ടേജ് കിട്ടുകയും ചെയ്യും. നല്ല രസമുള്ള ഒരു ഏരിയ. അപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടാവും. വിശന്ന് മടങ്ങി പോകാം. ചിക്കൻ കറിയെല്ലാം ചെറിയ തീയിൽ കനലാക്കിയിട്ട് ഇട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങിയിരിക്കാൻ തോന്നുന്നു. ആ സൈഡിലുണ്ടാവും. ആഹാ, എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ നല്ല മണം സെറ്റായി കിടക്കുന്നു. നല്ല ചൂടാണ്. ഉപ്പ് നോക്കാം അല്ലേ? എല്ലാം കറക്റ്റ്. അടിപൊളിയാണല്ലോ.
ഉപ്പ് മാത്രമേ വീണ്ടും അല്പം ചേർക്കണ്ടേ, എന്നാലും ബാക്കി എല്ലാ എന്ന് വെച്ചാലും ഒരിക്കൽ ഇടാറുള്ളൂ ഒരു സാധനം. ഗംഭീരമാണ് കേട്ടോ. എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു കണക്കൊന്നും പറയില്ല പറഞ്ഞു. പക്ഷെ നമ്മൾ കണക്കെല്ലാം മനസ്സിലാക്കി എടുത്തു. ട്രേഡ് സീക്രട്ട് കയ്യിൽ പോയി കേട്ടോ. പക്ഷെ പേടിക്കണ്ട, ഇവിടെ വേറെ കോമ്പറ്റീഷനൊന്നുമില്ല. കഴിക്കണമെന്നുള്ളവർ ഇവിടെ വരും. നല്ല ഫ്രഷ് വാഴയിലേക്ക് അതാ വെട്ടിക്കൊണ്ട് വരുന്നു. ഇവിടെ അടുത്തുനിന്ന് തന്നെ തൊട്ടം. ഇവിടെ കൂട്ടാരറിയാമോ, ഇവിടെ കുറേ ഡോഗ്സ് ഉണ്ട്. ഇവിടെ അടുത്തൊരു വീട്ടിൽ ഈ സ്ട്രേ ഡോഗ്സിനെയൊക്കെ ഷെൽട്ടർ കൊടുക്കുന്നുണ്ട്. ഇതല്ല. ഓ, ഇതാണ് നല്ല പെർഫെക്റ്റ് കപ്പ. നോക്കിയേ, ഈ മാവുള്ള കപ്പ എന്നൊക്കെ പറയില്ല, നിറച്ച് വെന്തിട്ട് നല്ല വെന്ത് ഒട്ടും കയ്പില്ല. പെർഫെക്റ്റ്, അടിപൊളിയാണ്. ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ്. ഇതിനൊന്നും വേണ്ട. ഇത് ജസ്റ്റ് ഒരു കാന്താരി ചമ്മന്തി ഉണ്ടെങ്കിലും ഓക്കെയാണ്. ഷീലയുടെ ചിക്കൻ കറി. യെസ്, ഇതാണ് ചിക്കൻ കറി ആൻഡ് കപ്പ. ഈ കടയുടെ പേര് പറയൂ. ഇത് SRS തട്ടുകടയാണ്. SRS തട്ടുകട. കടവമ്മൂല വവ്വാമൂല ബണ്ടിലോട്ടിരിക്കുകയാണ്. കടവമ്മൂല വവ്വാമൂല. വവ്വാമൂല മീൻസ് ബണ്ട് റോഡ് ആ അറ്റത്ത് വവ്വാമൂല. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇത് കടവമ്മൂല. ഇവിടെ നിന്ന് മേലോട്ട് കയറുമ്പോഴത്തേക്ക് മുട്ടക്കാട്. ചിക്കനും കപ്പ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ചിക്കനും കപ്പയും പറയണം. അയ്യോ, അടിപൊളി, ഗംഭീരം. ഇതിപ്പരം എന്ത് വേണം? വാഴയിലയിൽ ശീല ഉണ്ടാക്കുന്നത് കണ്ട് അത് ആസ്വദിച്ച് കഴിക്കുന്നത്. കായൽ കണ്ടുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൽ കായല. ഇതെന്ത് കോഴിയാണെന്നാ പറഞ്ഞേ? മുട്ടക്കോഴി. ചിലപ്പോൾ നാടൻ കോഴിയും കിട്ടും. കഴിക്കുമ്പോൾ ഏതാണ്ട് ഒരു നാടൻ കോഴിയുടെ മട്ടാണ്. കുറച്ച് ഹാർഡായിരിക്കും ഫ്ലഷ്. അങ്ങനെ ഭയങ്കര അങ്ങോട്ട് അലിഞ്ഞു പോവില്ല. ഉറപ്പുള്ള പീസാണ്. ഉടനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു, കഴിച്ചു നിൽക്കുന്നു. എന്നിട്ട് തിരിച്ചു പോകണം. ഇപ്പം സമയം 1:30 കഴിഞ്ഞു. അപ്പോൾ അതിന് വെച്ച് നമ്മുടെ ചിക്കൻ കറിക്ക് എത്ര മാർക്ക് ഇടാൻ പറ്റും? ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഓരോ സ്വാദാണ്. പക്ഷെ എല്ലാവരും നന്നായിട്ട് തന്നെ ഉണ്ടാക്കും. പ്രത്യേകിച്ച് മാർക്കിൻ്റെ ആവശ്യമില്ല, നന്നായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാം തരാം കേട്ടോ. ഏതായാലും ഒരു നല്ല ദിവസം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ തുടങ്ങി, നമ്മുടെ 2 രൂപയുടെ ദോശയിൽ തുടങ്ങി. ഇത്രയും മനോഹരമായ നേച്ചറിൽ വന്നിരിക്കുന്നു. പൊല്യൂഷൻ ഫ്രീ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് നിങ്ങൾക്കും എല്ലാം ആകാം. സമയം കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഇറങ്ങുക, ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുക, തേടി പിടിക്കുക, പോവുക. ഇത് നല്ലൊരു സ്ഥലമാണ് കേട്ടോ വരാൻ. ഈവനിങ് ടൈം വന്നാലും ഈ ഷീല ഇവിടെ വൈകുന്നേരം എത്ര മണി വരെ ഉണ്ട്? ഇത് 8:30 വരെ ഉണ്ട്. അപ്പോൾ ഈവനിങ് ടൈം വന്നാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ബെഞ്ചസ്, ഇവിടുത്തെ ബെഞ്ചസിലൊക്കെ ഇരിക്കാമല്ലോ. കുറച്ച് പെരട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി പെരട്ട്. മതി. അങ്ങനെ ചിക്കൻ പെരട്ടും ടേസ്റ്റ് ചെയ്തു. അടിപൊളി കേട്ടോ, ഗംഭീരം. അപ്പോൾ വൈകുന്നേരം വരിക. ഉച്ച കഴിഞ്ഞിട്ടൊരു 4 മണി കഴിഞ്ഞ് വന്നാൽ കായൽ സൗന്ദര്യം ആസ്വദിക്കാം, ബെഞ്ചിലൊക്കെ ഇരിക്കാം. ഷീലയുടെ SRS തട്ടുകടയിൽ നിന്നും കട്ടൻ ചായയും, അല്ല കട്ടനും കൊടുക്കുമല്ലോ. പറഞ്ഞത് എല്ലാവർക്കും കഴിക്കാമല്ലോ. അതിൻ്റെ കൂടെ കപ്പയും ചിക്കൻ കറി ആൻഡ് ചിക്കൻ ഇതും ഉണ്ടാവും. ഇതുണ്ടാവും അല്ലേ? എന്താണ് പെരട്ട് ഉണ്ടെങ്കിൽ തരും. കറിക്ക് 100 രൂപയേ ഉള്ളൂ കേട്ടോ ഒരു പ്ലേറ്റ്. അതായത് 250 ഗ്രാം ഉണ്ടാവും. കറിക്ക് 100 രൂപ, പെരട്ടിന് 125, കപ്പയ്ക്കോ 40 രൂപ ഒരു പ്ലേറ്റ് നിറച്ച് കിട്ടും. ഭയങ്കര ലാഭം കേട്ടോ നമുക്ക് കഴിക്കുന്നവർക്ക്. ഞാൻ കഴിച്ചു കഴിഞ്ഞു, ഇനി അവന് കൊടുക്കാം. കഴിച്ചു കേട്ടോ, കഴിച്ചു. പാവം. അങ്ങനെ മനസ്സ് നിറഞ്ഞു പോന്നു, വയറ് നിറഞ്ഞു കഴിഞ്ഞു, രക്ഷയില്ല. അങ്ങനൊരു ഭയങ്കരമായ തിരക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് സമാധാനമായിട്ട് വന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു പോകാം. ഓക്കെ, അപ്പോൾ തിരിച്ചു പോകാം അല്ലേ?
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. ലവ് യു ഓൾ.